തൃശൂർ ജില്ലയിലായിരുന്നു നാടിനെ നടുക്കിയ ദാരുണ സംഭവം അരങ്ങേറിയത്. രാവിലെ ഏകദേശം 6:30 മണിയോടുകൂടി പേരാമംഗലം പോലീസ് സ്റ്റേഷനിലേക്ക് ഒരു ഫോൺ കോൾ എത്തി. തൃശൂരിലെ മുണ്ടൂർ ഭാഗത്തു നിന്നാണ് കോൾ എത്തിയത്. കോൾ കിട്ടിയതിന്റെ അടിസ്ഥാനത്തിൽ മുണ്ടൂരിലെ കോൾ വിളിച്ച സ്ഥലത്തേക്ക് പോലീസ് സംഘം എത്തിയപ്പോൾ കുറേയേറെ ആളുകൾ കൂടി നിൽക്കുന്ന കാഴ്ചയാണ് കണ്ടത്. കൂടി നിൽക്കുന്ന ആളുകളെ വകഞ്ഞു മാറ്റിയ പോലീസ് സംഘം അവർ നോക്കിക്കൊണ്ട് നിൽക്കുന്ന ആ കാഴ്ചയിലേക്ക് നോക്കിയപ്പോൾ ഒരു സ്ത്രീ അസ്വാഭാവികമായ നിലയിൽ തറയിൽ കിടക്കുന്ന കാഴ്ചയാണ് കണ്ടത്. 2 വീടുകൾക്കിടയിൽ ആദ്യത്തെ വീടിന്റെ ചായ്പിനോട് ചേർന്ന് ഒരു ഉരുൾ കിടപ്പുണ്ട്. ആ ഉരുളിനോട് ചേർന്നാണ് ആ സ്ത്രീ അസ്വാഭാവികമായ നിലയിൽ കിടക്കുന്നത്. അവരുടെ തല തകർന്ന അവസ്ഥയിലാണ്. അവരുടെ തലയിൽ നിന്നും രക്തം പുറത്തേക്ക് ഒഴുകുന്നുണ്ടായിരുന്നു. ആ വീട്ടിലെ തന്നെ സന്ധ്യ എന്ന സ്ത്രീയുടെ അമ്മയാണ് അവിടെ മരണപ്പെട്ട് കിടക്കുന്നത്. സന്ധ്യയും മക്കളും അയൽവീട്ടുകാരുമൊക്കെ അവിടെ തന്നെയുണ്ട്. ആ ചായ്പിനോട് ചേർന്ന് ഒരു ബാത്റൂമുണ്ട്. രാത്രി ബാത്റൂമിലേക്ക് പോകാനായി വീട്ടിൽ നിന്നിറങ്ങിയ അമ്മ അവിടെ ആ ഉരലിൽ തലയിടിച്ച് വീണ് മരിച്ചിരിക്കുകയാണ്. ഒറ്റനോട്ടത്തിൽ പോലീസ് സംഘം അങ്ങനെ തന്നെയായിരിക്കാം സംഭവിച്ചിരിക്കുന്നതെന്ന് വിലയിരുത്തി. പോലീസ് സംഘം ആ ബോഡിയുടെ ഇൻക്വസ്റ്റ് നടപടികൾ പൂർത്തിയാക്കിയ ശേഷം ബോഡി മെഡിക്കൽ കോളേജിലേക്ക് പോസ്റ്റ്മോർട്ടത്തിനായി ഷിഫ്റ്റ് ചെയ്തു. മെഡിക്കൽ കോളേജിൽ ആ ബോഡിയുടെ പോസ്റ്റ്മോർട്ടം കഴിഞ്ഞപ്പോൾ പോസ്റ്റ്മോർട്ടത്തിന് നേതൃത്വം കൊടുത്ത ഡോക്ടർ പോലീസ് സ്റ്റേഷനിലേക്ക് വിളിച്ച് SIയെ വിവരം അറിയിച്ചു. ഡോക്ടർ പറഞ്ഞ വിവരത്തിന്റെ അടിസ്ഥാനത്തിൽ SHO രതീഷ് കുമാറും സംഘവും മെഡിക്കൽ കോളേജിലേക്ക് എത്തി. ഉരലിൽ തലയിടിച്ച് വീണ് മരിച്ചു എന്ന് പറഞ്ഞുകൊണ്ടാണ് ആ സ്ത്രീയുടെ മൃതദേഹം മെഡിക്കൽ കോളേജിൽ പോലീസ് സംഘം എത്തിച്ചത്. എന്നാൽ ആ ബോഡി പോസ്റ്റ്മോർട്ടത്തിന് വിധേയമാക്കിയപ്പോൾ ഡോക്ടർ മറ്റു ചില കാഴ്ചകളാണ് കണ്ടത്. ആ മരിച്ച സ്ത്രീയുടെ കഴുത്തിലെ 2 എല്ലുകൾ പൊട്ടിയിട്ടുണ്ട്. വീഴ്ചയിൽ അത്തരത്തിൽ ആ 2 എല്ലുകൾ പൊട്ടാൻ ഒരു സാധ്യതയുമില്ല. ആ എല്ലുകൾ ബലമായി കൈകൊണ്ടോ തുണി കൊണ്ടോ അമർത്തി പൊട്ടിച്ചിരിക്കുകയാണ്. ബലപ്രയോഗം നടന്നതിന്റെ പാടുകളുമുണ്ട്. ആ സ്ത്രീ അപ്രതീക്ഷിതമായി മരണപ്പെട്ടതല്ല എന്നും അതൊരു കൊലപാതകമാണെന്നും ഡോക്ടർ പറഞ്ഞപ്പോൾ തന്നെ പോലീസ് സംഘം ആകെ അമ്പരന്നുപോയി. പോലീസ് സംഘം ആ ഡെഡ് ബോഡി കാണാൻ പോയതാണ്. ഒരു അസ്വാഭാവികതയും ആ സമയത്ത് തോന്നിയിരുന്നില്ല. എന്നാൽ ഡോക്ടർമാരാകട്ടെ അവരുടെ നിഗമനം വ്യക്തമാക്കിക്കൊണ്ടാണ് പോസ്റ്റ്മോർട്ടം റിപ്പോർട്ട് ഇപ്പോൾ തയ്യാറാക്കിയിരിക്കുന്നത്. അത് മാത്രവുമല്ല, ഞെട്ടിക്കുന്ന മറ്റു ചില കാര്യങ്ങൾ കൂടി പോസ്റ്റ്മോർട്ടം നടത്തിയ ഡോക്ടർമാർ പോലീസുകാരെ അറിയിച്ചു. രാവിലെ ഏകദേശം 6 മണിയോടടുപ്പിച്ചായിരുന്നു അസ്വാഭാവികമായ നിലയിൽ തങ്കമണി എന്ന സ്ത്രീ വീട്ടുമുറ്റത്ത് വീണ് കിടക്കുന്ന കാഴ്ച വീട്ടിലുള്ള ആളുകളും അയൽവാസികളും ഒക്കെ കണ്ടതും പോലീസുകാരെ അറിയിച്ചതും. എന്നാൽ പോസ്റ്റ്മോർട്ടം റിപ്പോർട്ട് അനുസരിച്ച് ആ സ്ത്രീയുടെ മൃതദേഹം വീട്ടുകാരും നാട്ടുകാരും ഒക്കെ കാണുന്നതിന് തൊട്ട് തലേ ദിവസം സന്ധ്യയ്ക്ക് മുൻപ് തന്നെ ആ സ്ത്രീയുടെ മരണം സംഭവിച്ചിട്ടുണ്ട്. അതായത് തങ്കമണിയുടെ ബോഡി നാട്ടുകാർ കാണുന്നതിന് 12 മണിക്കൂർ മുൻപ് തന്നെ അവരുടെ മരണം സംഭവിച്ചിട്ടുണ്ട്. അതുവരെയുമുള്ള പോലീസിന്റെ എല്ലാ ധാരണകളെയും മാറ്റിമറിക്കുന്ന ഒരു പോസ്റ്റ്മോർട്ടം റിപ്പോർട്ടാണ് ഇപ്പോൾ പുറത്തു വന്നിരിക്കുന്നത്. സംഭവം ഉടൻ തന്നെ SI ഉൾപ്പെടുന്ന സംഘം ഉന്നത ഉദ്യോഗസ്ഥരെ അറിയിക്കുകയും ചെയ്തു. പോലീസ് സംഘം ഉടൻ തന്നെ അന്വേഷണം ആരംഭിച്ചു. അന്വേഷണത്തിന്റെ ആദ്യഘട്ടമെന്നോണം തങ്കമണിയുടെ വീട്ടിലേക്ക് തന്നെയാണ് SI ഉൾപ്പെടുന്ന സംഘം എത്തിയത്. തങ്കമണിയുടെ വീട്ടിൽ അവരുടെ മകൾ സന്ധ്യയാണ് താമസിക്കുന്നത്. ഭർത്താവുമായി പിണങ്ങി മക്കളുമൊത്ത് സന്ധ്യ അമ്മയ്ക്കൊപ്പം തന്നെയാണ് താമസം. ആ വീടിനോട് ചേർന്ന് തന്നെയാണ് അയൽവീടുമുള്ളത്. ആ 2 വീടുകൾ തമ്മിൽ ഗ്യാപ്പ് വളരെ കുറവാണ്. ആ അയൽക്കാരുടെ മുഴുവൻ ലിസ്റ്റെടുത്ത പോലീസ് സംഘം അവരിൽ നിന്നും വിവരങ്ങൾ ശേഖരിച്ചു തുടങ്ങി. തൊട്ട് തലേ ദിവസം നടന്ന കാര്യങ്ങളെക്കുറിച്ച് പോലീസ് സംഘം സന്ധ്യയോട് വിശദമായി തന്നെ ചോദിച്ചു. തലേ ദിവസം വൈകുന്നേരം 7 മണിയോടുകൂടി ഭക്ഷണം കഴിക്കുന്നതിന് വേണ്ടി അമ്മ തങ്കമണിയെ സന്ധ്യ വിളിച്ചിട്ടുണ്ടായിരുന്നു. ആ സമയം വയറ്റിൽ ഗ്യാസ് എന്തോ കയറിയതിനെ തുടർന്ന് ഭക്ഷണം വേണ്ട എന്നും താനൊന്ന് കിടക്കട്ടെ എന്ന് പറഞ്ഞുകൊണ്ട് തങ്കമണി മുറിയിൽ തന്നെ കിടക്കുകയായിരുന്നു. സന്ധ്യയുടെ മകനെ ചോദ്യം ചെയ്തപ്പോൾ മകനും ആ മൊഴി തന്നെയാണ് പോലീസിനോട് പറഞ്ഞത്. തലേ ദിവസം 7 മണിക്ക് തന്റെ മുത്തശ്ശി മുറിയിൽ കിടക്കുന്നത് കണ്ടു എന്ന് ആ മകനും പോലീസിനോട് പറഞ്ഞു. എന്നാൽ പോലീസിന്റെ കൈവശം ഇരിക്കുന്ന പോസ്റ്റ്മോർട്ടം റിപ്പോർട്ട് അനുസരിച്ച് തലേ ദിവസം വൈകുന്നേരത്തിന് മുൻപ് തന്നെ തങ്കമണിയുടെ മരണം സംഭവിച്ചിട്ടുണ്ട്. എന്നാൽ പോസ്റ്റ്മോർട്ടം റിപ്പോർട്ടിലെ വാചകങ്ങളെ ഖണ്ഡിക്കുന്ന മൊഴികളാണ് ഇപ്പോൾ സന്ധ്യയും സന്ധ്യയുടെ മകനും പോലീസിനെ അറിയിച്ചിരിക്കുന്നത്. തുടർന്ന് പോലീസ് സംഘം അയൽവാസികളെയൊക്കെ ചോദ്യം ചെയ്തു തുടങ്ങി. അയൽവാസികൾക്കൊക്കെ നല്ല പരിചയമുള്ള സ്ത്രീയാണ് തങ്കമണി. നാട്ടുകാരെയും അയൽവാസികളെയും ഒക്കെ ചോദ്യം ചെയ്യുന്നതിനിടയിലായിരുന്നു ചില ആളുകൾ തങ്കമണി സ്ഥിരമായി ഒരു സ്വർണ്ണ ചെയിൻ ധരിക്കുന്ന കാര്യം പോലീസിനെ അറിയിച്ചത്. അത് കേട്ട് പോലീസുകാർക്ക് ഒരു കൗതുകം തോന്നി. കാരണം തങ്കമണിയുടെ മൃതദേഹം ആ വീട്ടിൽ നിന്നും പോസ്റ്റ്മോർട്ടം ചെയ്യുന്നതിനായി ഹോസ്പിറ്റലിലേക്ക് ഷിഫ്റ്റ് ചെയ്യുന്ന സമയത്ത് അവരുടെ കഴുത്തിൽ അങ്ങനെ ഒരു സ്വർണ്ണ ചെയിൻ ഉണ്ടായിരുന്നില്ല. അക്കാര്യം പോലീസുകാർ നാട്ടുകാരെ അറിയിച്ചെങ്കിലും നാട്ടുകാർ പോലീസുകാരെ എതിർക്കുകയാണ് ചെയ്തത്. തങ്കമണിയെ എപ്പോൾ കണ്ടാലും അവരുടെ കഴുത്തിൽ അങ്ങനെ ഒരു മാല ഉണ്ടാകുന്നത് പതിവാണെന്ന് നാട്ടുകാർ ആവർത്തിച്ച് പോലീസിനോട് പറഞ്ഞു. തനിക്ക് ലഭിച്ചിരുന്ന പെൻഷൻ കൂട്ടിവെച്ച് വാങ്ങിയ മാലയായതുകൊണ്ട് തന്നെ ആ മാല തങ്കമണി ഒരു കാരണവശാലും കഴുത്തിൽ നിന്ന് ഊരാറേ ഉണ്ടായിരുന്നില്ല. അങ്ങനെ ഒരു മാല തന്റെ അമ്മയുടെ കഴുത്തിൽ ഉണ്ടായിരുന്നിട്ട് അത് നഷ്ടപ്പെട്ട വിവരം മകൾ സന്ധ്യ എന്തുകൊണ്ടാണ് പോലീസിനെ അറിയിക്കാതിരുന്നതെന്ന് പോലീസിന് സംശയം തോന്നി. ഒരു പക്ഷേ അമ്മ മരിച്ച ഷോക്കിലായതുകൊണ്ടാകാം
ആ മാലയുടെ കാര്യം സന്ധ്യ വിട്ടുപോയതെന്ന് പോലീസ് വിലയിരുത്തുകയും ചെയ്തു. ഒരുപക്ഷെ തങ്കമണി സ്ഥിരമായി മാല ധരിക്കുന്നത് അറിയാവുന്ന ഏതെങ്കിലും വ്യക്തികൾ അവരെ കൊലപ്പെടുത്തി ആ മാല സ്വന്തമാക്കിയ ശേഷം അവിടെ നിന്നും കടന്നു കളഞ്ഞതായിരിക്കാമെന്ന് പോലീസ് പ്രാഥമിക നിഗമനത്തിലെത്തി. പക്ഷേ അപ്പോഴും വൈകുന്നേരത്തിന് മുൻപേ തങ്കമണി കൊല്ലപ്പെട്ടു എന്നുള്ള പോസ്റ്റ്മോർട്ടം റിപ്പോർട്ടാണ് പോലീസിനെ ആകെ കുഴച്ചത്. ഒരുപക്ഷെ പോസ്റ്റ്മോർട്ടം ചെയ്ത ഡോക്ടർമാർക്ക് അബദ്ധം പറ്റി കാണുമോ എന്നറിയാൻ പോലീസ് സംഘം വീണ്ടും ഡോക്ടർമാരെ കാണുകയും അക്കാര്യം ഉറപ്പിക്കുകയും ചെയ്തു. സയന്റിഫിക്കായ തെളിവുകളുടെയും നിരീക്ഷണങ്ങളുടെയും അടിസ്ഥാനത്തിലാണ് പോസ്റ്റ്മോർട്ടം റിപ്പോർട്ട് തയ്യാറാക്കിയിരിക്കുന്നത്. തങ്ങൾക്ക് തെറ്റ് പറ്റിയിട്ടില്ല എന്നും തൊട്ട് തലേ ദിവസം വൈകുന്നേരത്തിന് മുൻപ് തന്നെ തങ്കമണി എന്ന സ്ത്രീ കൊല്ലപ്പെട്ടിട്ടുണ്ടെന്നും ഡോക്ടർമാർ പോലീസുകാരെ അറിയിച്ചു. അന്വേഷണം ആകെ വഴിമുട്ടിയ പോലീസ് സംഘം തങ്കമണിയുടെ വീട് ഒന്ന് സെർച്ച് ചെയ്യാൻ തന്നെ തീരുമാനിച്ചു. ക്രൈം സീനിന്റെ നിരവധി ഫോട്ടോസ് പോലീസ് സംഘം നേരത്തെ തന്നെ എടുത്തിട്ടുണ്ട്. ക്രൈം സീനിൽ വിശദമായ ഒരു പരിശോധന നടത്താൻ ഫോറൻസിക് സംഘത്തെ പോലീസ് സംഘം അവിടേക്ക് വിളിച്ചു വരുത്തി. സംഭവിച്ചിരിക്കുന്നത് ഒരു ആക്സിഡന്റൽ ഡെത്ത് ആണെന്ന് കരുതിയാണ് നേരത്തെ ക്രൈം സീൻ പോലീസ് സംഘം വിശദമായി പരിശോധിക്കാതെ പോയത്. എന്നാൽ ഇപ്പോൾ കൊലപാതകമാണ് സംഭവിച്ചിരിക്കുന്നതെന്ന് മനസ്സിലായ നിമിഷത്തിൽ ക്രൈം സീൻ വിശദമായി പരിശോധിക്കാൻ തന്നെ പോലീസ് സംഘം തീരുമാനിച്ചു. വീടിന് അകവും പുറവും ചായ്പും മൃതദേഹം കിടന്ന ഭാഗങ്ങളുമൊക്കെ പോലീസ് സംഘവും ഫോറൻസിക് സംഘവും വിശദമായ പരിശോധനയ്ക്ക് തന്നെ വിധേയമാക്കി. ഇതിനിടയിൽ വീടിനകത്ത് പരിശോധന നടത്തിയ പോലീസ് സംഘം വീടിനകത്തുണ്ടായിരുന്ന അലമാരകളൊക്കെ തുറന്നു പരിശോധിച്ചു. ആ സമയത്താണ് അലമാരയ്ക്കുള്ളിലെ ഒരു ബോക്സിൽ നിന്നും ഒരു മാലയുടെ കൊളുത്തും അതിനോട് ചേർന്ന് ചെറിയൊരു ലോക്കറ്റും പോലീസ് സംഘത്തിന് കിട്ടിയത്. ആ മാലയുടെ കൊളുത്തും ലോക്കറ്റും ഒക്കെ ആരുടേതാണെന്ന് പോലീസ് സംഘം ആ വീട്ടിലെ മകളായ സന്ധ്യയോട് ചോദിച്ചു. അത് തന്റെ പഴയൊരു മാലയുടെ കൊളുത്തും ലോക്കറ്റുമാണെന്നും മാലയൊക്കെ എന്നെ തനിക്ക് നഷ്ടപ്പെട്ടു എന്നും ആ സ്ത്രീ പോലീസിനെ അറിയിക്കുകയും ചെയ്തു. ഭർത്താവുമായി പിരിഞ്ഞു താമസിക്കുന്ന സ്ത്രീ ആയതുകൊണ്ട് തന്നെ മക്കളെ വളർത്തുന്നതിനും വീട്ടുകാര്യം നോക്കുന്നതിനും വലിയ ചിലവ് തന്നെയാണുള്ളത്. അങ്ങനെ പലപ്പോഴായി തന്റെ സ്വർണം പണയപ്പെടുത്തുകയും വിൽക്കുകയും ഒക്കെ ചെയ്തിട്ടുണ്ടെന്ന് സന്ധ്യ പോലീസിനെ അറിയിച്ചു. വീടിനകത്തും പുറത്തുമൊക്കെ പോലീസ് സംഘം പരിശോധന നടത്തിയെങ്കിലും പ്രത്യേകിച്ച് ഒന്നും തന്നെ കിട്ടിയില്ല. ഈ സമയത്താണ് ഡോഗ് സ്ക്വാഡിനെ സംഭവസ്ഥലത്തേക്ക് എത്തിച്ചത്. എന്തായാലും കൊല നടത്തിയ വ്യക്തി ആരാണെന്ന് അറിയണമല്ലോ. അതുകൊണ്ട് തന്നെ പോലീസ് നായെ കൊണ്ടുവന്ന പോലീസ് സംഘം അവരുടെ പരിശീലകരുടെ സഹായത്തോടുകൂടി ആ വീടിനകവും പരിസരവും ഒക്കെ മണപ്പിച്ചതിന് ശേഷം പോലീസ് നായ എങ്ങോട്ട് പോകുന്നു എന്ന് നോക്കി നിൽക്കുന്നതിനിടയിലായിരുന്നു സന്ധ്യയുടെ മകന്റെ അടുത്ത് നിൽക്കുന്ന പോലീസുകാരൻ ഒരു കാര്യം ശ്രദ്ധിക്കുന്നത്. അവൻ ആരോട് സംസാരിക്കുന്നത് പോലീസിന്റെ ശ്രദ്ധയിൽപ്പെട്ടു. അവന്റെ ഒരു വാചകമാണ് പോലീസുകാരന്റെ ശ്രദ്ധയിൽപ്പെട്ടത്. സന്ധ്യയുടെ മകൻ മൊബൈൽ ഫോണിൽ ആരോടോ പോലീസ് നായ വന്നു എന്ന് പറയുന്നതാണ് പോലീസുകാരൻ ശ്രദ്ധിച്ചത്. സന്ധ്യയുടെ മകൻ ആരോടായിരിക്കാം സംസാരിക്കുന്നതെന്ന് മനസ്സിലാക്കുന്നതിന് വേണ്ടി ആ പയ്യന്റെ കയ്യിൽ നിന്നും പോലീസുകാർ ആ മൊബൈൽ ഫോൺ വാങ്ങി ആ നമ്പർ നോട്ട് ചെയ്തു. ഇതിനോടകം തന്നെ തങ്കമണിയുടെ പോസ്റ്റ്മോർട്ടം നടപടികളൊക്കെ പൂർത്തിയാക്കി മൃതദേഹം സംസ്കാര ചടങ്ങുകൾക്കായി വീട്ടുകാർക്ക് വിട്ടു നൽകിയിരുന്നു. ഒരു ഭാഗത്ത് സംസ്കാര ചടങ്ങുകൾ നടക്കുന്നതിനിടയിൽ പോലീസ് സംഘം ആ പരിസരമൊക്കെ വിശദമായി തന്നെ വീക്ഷിക്കാൻ തുടങ്ങി. കൂട്ടത്തിൽ മഫ്തിയിലെത്തിയ പോലീസ് സംഘവും നാട്ടുകാരെ നിരീക്ഷിക്കുന്നതിനു വേണ്ടിയുണ്ടായിരുന്നു. കൊലപാതകം നടത്തുന്ന വ്യക്തികൾ അവരുടെ സംസ്കാര ചടങ്ങുകളിൽ പങ്കെടുക്കാറുള്ളത് പതിവാണ്. അങ്ങനെ യഥാർത്ഥ കൊലയാളി ആ പരിസരത്തെത്തിയിട്ടുണ്ടെങ്കിൽ അവരെ കണ്ടെത്തുന്നതിനായിരുന്നു വേഷം മാറിയ പോലീസ് സംഘം അവിടെ എത്തിയത്. പോലീസ് സംഘം മഫ്തിയിൽ അന്വേഷണം നടത്തിയെങ്കിലും പ്രത്യേകിച്ച് സംശയിക്കാവുന്ന ആരെയും തന്നെ കണ്ടെത്താൻ കഴിഞ്ഞില്ല. ഈ സമയത്തായിരുന്നു ആ വീട്ടിലെ സന്ധ്യയുടെ മകന്റെ മൊബൈലിൽ നിന്നും പോലീസുകാർ കണ്ടെത്തിയ നമ്പർ SIയുടെ മുൻപാകെ ഒരു പോലീസുകാരൻ നൽകിയത്. ആ നമ്പർ ആ പയ്യന്റെ കയ്യിൽ നിന്ന് മേടിക്കാനിടയായ സാഹചര്യവും ആ പോലീസുകാരൻ SIയോട് പറഞ്ഞു. സംശയം തോന്നിയ SI ഉടൻ തന്നെ ആ നമ്പർ ഒരു അന്വേഷണം നടത്തുന്നതിനായി സൈബർ സെല്ലിന് കൈമാറുകയും ചെയ്തു. നിതിൻ എന്നു പേരുള്ള ഒരു വ്യക്തിയുടെ നമ്പറാണത്. നിതിനെക്കുറിച്ച് പോലീസ് സംഘം അന്വേഷിച്ചപ്പോൾ അയാൾ സ്ഥലത്തില്ല എന്ന് മനസ്സിലായി. ആ വ്യക്തിയുടെ അയൽവാസിയാണ് മരണപ്പെട്ടിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ കാര്യങ്ങൾ എന്തായി എന്നറിയാനാണ് അയൽവാസിയായ നിതിൻ എന്ന ചെറുപ്പക്കാരൻ വിളിച്ചിരിക്കുന്നതെന്ന് പോലീസിന് വ്യക്തമായി. എങ്കിലും നിതിന്റെ കോൾ ഡേറ്റ റെക്കോർഡ് വെറുതെ ഒന്ന് എടുക്കാമെന്ന് SI തീരുമാനിക്കുകയും സൈബർ സെല്ലിന് നിർദ്ദേശം നൽകുകയും ചെയ്തു. വൈകാതെ തന്നെ നിതിന്റെ കോൾ ഡാറ്റ റെക്കോർഡുകളെ കുറിച്ചുള്ള മുഴുവൻ ഡീറ്റെയിൽസുകളും സൈബർ സംഘം പോലീസ് സ്റ്റേഷന് കൈമാറി. നിതിന്റെ കോൾ ഡാറ്റ റെക്കോർഡുകൾ പരിശോധിച്ചപ്പോൾ സംഭവം നടന്ന ദിവസം രാവിലെ നിതിൻ ഒരു നമ്പറിലേക്ക് വിളിച്ചിട്ടുള്ളതായി പോലീസ് കണ്ടെത്തി. പേരാമംഗലം സ്റ്റേഷന്റെ തന്നെ ഫോൺ നമ്പറാണതെന്ന് പോലീസ് സംഘത്തിന് ഒറ്റ നോട്ടത്തിൽ തന്നെ വ്യക്തമായി. തങ്കമണി എന്ന സ്ത്രീ കൊല്ലപ്പെട്ട വിവരം പോലീസ് സ്റ്റേഷനിലേക്ക് വിളിച്ചറിയിച്ചിരിക്കുന്നത് നിതിൻ എന്ന അയൽവാസി തന്നെയാണ്. അപ്പോൾ യഥാർത്ഥത്തിൽ അയൽവാസി മരണപ്പെട്ട വിവരം നിതിൻ അറിഞ്ഞിട്ടുണ്ട്. അതിനുശേഷമാണ് അയാൾ എങ്ങോട്ടോ പോയിട്ടുള്ളത്. സാധാരണയായി അയൽപക്കത്തൊരു മരണം നടന്നു കഴിഞ്ഞാൽ അതിൽ അയൽവാസികളൊക്കെ പങ്കെടുക്കാറുള്ളത് പതിവാണ്. എന്നാൽ ഇവിടെ നിതിൻ അവിടെ പങ്കെടുക്കാതെ ക്ഷേത്ര ദർശനം നടത്താൻ പോയിരിക്കുകയായിരുന്നു. ഒരുപക്ഷെ നേരത്തെ കൂട്ടി തീരുമാനിച്ചതുകൊണ്ടാണോ നിതിൻ ക്ഷേത്ര ദർശനം നടത്താൻ പോയതെന്ന് പോലീസിന് സംശയം തോന്നി. എന്നിരുന്നാലും നിതിൻ മടങ്ങി വരുമ്പോൾ അയാളെ ഒന്ന് ചോദ്യം ചെയ്യാൻ തന്നെ SI ഉൾപ്പെടുന്ന സംഘം തീരുമാനിച്ചു. അങ്ങനെ SI ഉൾപ്പെടുന്ന സംഘം തീരുമാനിച്ചിരിക്കുന്നതിനിടയിലായിരുന്നു സൈബർ സംഘം മറ്റു ചില വിവരങ്ങൾ കൂടി പോലീസ് സ്റ്റേഷന് കൈമാറിയത്. തങ്കമണി എന്ന സ്ത്രീ കൊല്ലപ്പെട്ട ദിവസം രാത്രിയിൽ നിതിൻ എന്ന യുവാവിന്റെ ടവർ ലൊക്കേഷൻ തങ്കമണിയുടെ വീടിന്റെ പരിസരത്ത് തന്നെയാണ്. നിതിൻ തങ്കമണിയുടെ അയൽവാസി തന്നെയാണ്. അതുകൊണ്ട് തന്നെ അയാളുടെ ടവർ ലൊക്കേഷൻ ആ പരിധിയിൽ വരുന്നതിൽ പ്രത്യേകിച്ച് അസ്വാഭാവികതയൊന്നും തന്നെയില്ല. പക്ഷേ ആ രാത്രിയിൽ അയാളുടെ ഫോൺ
ഒരു 2 മണിക്കൂറോളം സമയം ഒരു പ്രത്യേക പോയിന്റിൽ തന്നെ ഉണ്ടായിരുന്നു. അതിനുശേഷം ആ മൊബൈൽ ഫോൺ അവിടെ നിന്ന് മൂവ് ചെയ്ത് മറ്റൊരു ടവർ ലൊക്കേഷൻ പരിധിയിലേക്ക് എത്തിയിട്ടുണ്ട്. അത് നിധിന്റെ വീടിരിക്കുന്ന പരിധിയിലേക്ക് തന്നെയാണ് എത്തിയിട്ടുള്ളത്. തങ്കമണിയുടെ വീടിരിക്കുന്നതിന് തൊട്ടടുത്ത് 2 മണിക്കൂറോളം സമയം രാത്രി സമയത്ത് നിധിന്റെ ഫോൺ എങ്ങനെയായിരിക്കാം വന്നതെന്ന് പോലീസിന് സംശയം തോന്നി. നിധിനെ കുറിച്ച് SHO രതീഷ് കുമാറിന് സംശയം തോന്നിയ നിമിഷത്തിൽ തന്നെയായിരുന്നു സൈബർ സെല്ലിന്റെ ഭാഗത്തു നിന്ന് ഇപ്പോൾ കോൾ ഡാറ്റ റെക്കോർഡ് കൂടി പുറത്തു വന്നത്. സംശയം തോന്നിയ SHO തങ്കമണിയുടെ മകൾ സന്ധ്യയുടെ മൊബൈൽ ടവർ ലൊക്കേഷൻ കൂടി പരിശോധിക്കാൻ സൈബർ സെല്ലിന് നിർദ്ദേശം നൽകി. സന്ധ്യയുടെ മൊബൈൽ ഫോൺ സംഭവം നടന്ന ദിവസം സന്ധ്യയുടെ വീട്ടിൽ തന്നെയുണ്ട്. അതേ മൊബൈൽ ഫോണിന്റെ പരിധിയിൽ തന്നെ ഏകദേശം 2 മണിക്കൂറോളം സമയം നിശ്ചലമായി തന്നെ നിധിന്റെ ഫോണുമുണ്ട്. സന്ധ്യയുടെയും നിധിന്റെയും മൊബൈൽ ഡാറ്റ റെക്കോർഡുകൾ കേന്ദ്രീകരിച്ച് പോലീസ് സംഘം ഒരു അന്വേഷണം നടത്താൻ പിന്നീട് വൈകിയില്ല. മൊബൈൽ ഡാറ്റ റെക്കോർഡുകൾ കേന്ദ്രീകരിച്ച് അന്വേഷണം നടത്തിയപ്പോൾ ഞെട്ടിക്കുന്ന വിവരങ്ങളാണ് ലഭിച്ചത്. ഇരുവരുടെയും നമ്പറുകൾ 2 ഫോണുകളിലേക്കും ആവർത്തിച്ചെത്തിയിട്ടുണ്ട്. അതുവരെ സന്ധ്യയെക്കുറിച്ച് പോലീസ് സംഘത്തിന് ഒരു സംശയവും ഉണ്ടായിരുന്നില്ല. എന്നാൽ നിതിൻ ആവർത്തിച്ച് സന്ധ്യയുടെ ഫോണിലേക്ക് വിളിച്ചിരിക്കുന്നത് കണ്ടപ്പോൾ പോലീസ് സംഘത്തിന് ചില സംശയങ്ങൾ തോന്നി. എന്നാൽ ആ ഫോൺ നമ്പറുകൾ കണ്ടപ്പോൾ പോലും പോലീസ് സംഘത്തിന് വലിയ സംശയം തോന്നിയില്ല. കാരണം 27 വയസ്സുള്ള ഒരു ചെറുപ്പക്കാരനാണ് നിതിൻ. സന്ധ്യയാകട്ടെ 40-ന് മുകളിൽ പ്രായമുള്ള ഒരു സ്ത്രീയാണ്. എന്നിരുന്നാലും ഇരുവരും തമ്മിൽ എന്തോ ഒരു സൗഹൃദമുണ്ടെന്ന് പോലീസ് സംഘം ഉറപ്പിച്ചു. അല്ലെങ്കിൽ രാത്രികാലങ്ങളിൽ ഇത്രയധികം ഫോൺ വിളിക്കേണ്ട യാതൊരു ആവശ്യവുമില്ല. നിധിന്റെ കോൾ ഡാറ്റ റെക്കോർഡുകളിലൂടെ കടന്നുപോയപ്പോൾ പൂർണ്ണമായും രാത്രികാലങ്ങളിലാണ് സന്ധ്യയെ നിതിൻ വിളിക്കാറുള്ളതെന്ന് പോലീസ് സംഘത്തിന് വ്യക്തമായി. അതും മണിക്കൂറുകൾ നീണ്ടു നിൽക്കുന്ന സംസാരമാണ് ഇരുവർ തമ്മിലുമുള്ളത്. സംശയം തോന്നിയ SI ഉടൻ തന്നെ ആ വിവരം CIയെ അറിയിച്ചു. എന്നിരുന്നാലും സന്ധ്യയെ ഒന്ന് ചോദ്യം ചെയ്യാൻ തന്നെ CI SIക്ക് നിർദ്ദേശം നൽകി. സന്ധ്യയെ ചോദ്യം ചെയ്യുന്നതിന് പകരം സന്ധ്യയിൽ നിന്നും മൊഴിയെടുക്കുന്ന ഒരു രീതിയാണ് പോലീസ് സംഘം സ്വീകരിച്ചത്. മൊഴിയെടുക്കാൻ എന്ന രീതിയിലാണ് സന്ധ്യയെ സ്റ്റേഷനിലേക്ക് വിളിച്ചു വരുത്തിയതും. കൊല്ലപ്പെട്ട തങ്കമണി സ്ഥിരമായി സ്വർണ്ണമാല ധരിക്കാറുണ്ടായിരുന്നോ എന്നുള്ളതായിരുന്നു പോലീസിന്റെ ആദ്യത്തെ ചോദ്യം. തന്റെ അമ്മ സ്ഥിരമായി മാല ധരിക്കാറുണ്ടായിരുന്നു എന്നും എന്നാൽ ഇപ്പോൾ അത് കാണാനില്ല എന്നും സന്ധ്യ പോലീസിനെ അറിയിച്ചു. ആഭരണത്തിന് വേണ്ടി അമ്മ തങ്കമണിയെ ആരെങ്കിലും കൊലപ്പെടുത്തിയതാണോ എന്ന് സന്ധ്യ വിശ്വസിക്കുന്നുണ്ടോ എന്നുള്ള ചോദ്യത്തിന് തനിക്കതൊന്നും അറിവില്ല എന്നുള്ള മറുപടിയാണ് സന്ധ്യ പോലീസുകാർക്ക് നൽകിയത്. തങ്കമണിയുടെ മരണം ഒരു കൊലപാതകമാണെന്നും ആ സ്ത്രീയെ ആരൊക്കെയോ ചേർന്ന് കഴുത്ത് ഞെരിച്ച് കൊലപ്പെടുത്തിയിരിക്കുകയാണെന്നും SI ആ നിമിഷത്തിൽ തന്നെ സന്ധ്യയെ അറിയിച്ചു. കൊലപാതകി ആരാണെന്നുള്ളത് പോലീസ് കണ്ടെത്തിയോ എന്ന് വളരെ ആകാംക്ഷയോടുകൂടി തന്നെ ആ നിമിഷത്തിൽ സന്ധ്യ പോലീസുകാരോട് ചോദിച്ചു. എന്നാൽ കൊലയാളിയെ കണ്ടെത്താൻ തങ്ങളുടെ കയ്യിൽ ഒരു എളുപ്പവിദ്യയുണ്ടെന്നും അതിനായി സന്ധ്യയുടെ കൈവശമുള്ള സ്വർണ്ണമാലയുടെ കൊളുത്തും ലോക്കറ്റും നാട്ടുകാരെയൊക്കെ ഒന്ന് കാണിച്ചാൽ ആ മാല തങ്കമണിയുടേത് തന്നെയാണോ എന്ന് വേഗം കണ്ടെത്താൻ സാധിക്കുമെന്നും SI പറഞ്ഞതോടുകൂടി സന്ധ്യ ആകെ വിളറി വെളുത്തു. സന്ധ്യയുടെ മുഖഭാവം നിരീക്ഷിച്ചുകൊണ്ട് CI അവിടെ തന്നെ ഉണ്ടായിരുന്നു. സന്ധ്യ ഇനിയൊന്നും ഒളിച്ചു വെച്ചിട്ട് കാര്യമില്ല എന്നും ആ വീട്ടിൽ ഒരു ബോക്സിൽ സൂക്ഷിച്ചിരുന്ന മാലയുടെ കൊളുത്തിന്റെയും ലോക്കറ്റിന്റെയും ഫോട്ടോ പോലീസ് സംഘം നേരത്തെ തന്നെ എടുത്തിട്ടുണ്ടായിരുന്നു. ആ ഫോട്ടോ നാട്ടുകാരെയൊക്കെ കാണിച്ചപ്പോൾ അതേ ലോക്കറ്റും കൊളുത്തുമുള്ള മാല തന്നെയായിരുന്നു തങ്കമണി ധരിച്ചിരുന്നതെന്ന് നാട്ടുകാരൊക്കെ പോലീസുകാരോട് പറഞ്ഞിട്ടുണ്ടെന്നും നാട്ടുകാർക്ക് പുറമെ സന്ധ്യയുടെ മകനും അത് തന്റെ അച്ചമ്മയുടെ മാലയുടെ കൊളുത്തും ലോക്കറ്റുമാണെന്ന് തുറന്ന് സമ്മതിച്ചിട്ടുണ്ടെന്നും പോലീസുകാർ സന്ധ്യയെ അറിയിച്ചു. അമ്മ തങ്കമണിയുടെ കഴുത്തിലുണ്ടായിരുന്ന മാലയുടെ കൊളുത്തും ലോക്കറ്റും മാത്രമായിട്ട് എങ്ങനെയാണ് സന്ധ്യയുടെ കയ്യിലെത്തിയതെന്ന് SI ഒന്ന് ചോദിച്ചതോടുകൂടി സന്ധ്യ ആകെ വിരണ്ടു. സത്യസന്ധമായി കാര്യങ്ങൾ തുറന്നു പറയുകയാണെങ്കിൽ ശിക്ഷയിൽ ഇളവ് വാങ്ങിത്തരാമെന്നും അല്ലെങ്കിൽ സന്ധ്യയുടെ മക്കൾ കൂടി പ്രതികളാകാൻ സാധ്യതയുണ്ടെന്ന് CI പറഞ്ഞതോടുകൂടി സന്ധ്യ ആകെ വിളറി വെളുത്തു. പോലീസിന്റെ ചോദ്യം ചെയ്യലുകൾക്ക് മുൻപിൽ പിടിച്ചു നിൽക്കാൻ കഴിയാതെ സന്ധ്യ പല കഥകളും പറഞ്ഞു തുടങ്ങി. 29-കാരനായ നിധിനുമായി 45-കാരിയായ സന്ധ്യയ്ക്ക് വളരെ അടുത്ത ബന്ധമാണുള്ളത്. സന്ധ്യയെ പല കാര്യങ്ങളിലും സഹായിക്കുന്നത് നിധിനാണെന്നും പകരം നിധിന് പല സാമ്പത്തിക സഹായങ്ങളും താൻ ചെയ്യാറുണ്ടെന്നും സന്ധ്യ പോലീസുകാരോട് പറഞ്ഞു. നിധിനെ സാമ്പത്തികമായി താൻ സഹായിക്കാറുണ്ടെന്ന് സന്ധ്യ സമ്മതിക്കാതെ വരികയാണെങ്കിൽ സന്ധ്യയെ കാണിക്കുന്നതിനായി വലിയൊരു സ്റ്റേറ്റ്മെന്റ് തന്നെ പോലീസ് സംഘം തയ്യാറാക്കി വെച്ചിട്ടുണ്ടായിരുന്നു. നിധിന് ഗൂഗിൾ പേ വഴി സന്ധ്യ അയച്ച പണമിടപാടുകളുടെ എല്ലാ ഡോക്യുമെന്റ്സുകളും പോലീസ് സംഘം നേരത്തെ തന്നെ കളക്ട് ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്നു. യഥാർത്ഥത്തിൽ സന്ധ്യയെക്കുറിച്ചും നിധിനെക്കുറിച്ചും വളരെ വിശദമായ ഒരു അന്വേഷണം നടത്തി പല രേഖകളും സംഘടിപ്പിച്ച ശേഷമാണ് പോലീസ് സംഘം സന്ധ്യയെ ചോദ്യം ചെയ്യുന്നതിന് വേണ്ടി സ്റ്റേഷനിലേക്ക് വിളിച്ചു വരുത്തിയിട്ടുള്ളത്. നിതിന്റെ പല ആവശ്യങ്ങൾക്കും താൻ പണം അയച്ചു കൊടുക്കുന്നത് പതിവാണെന്നും അങ്ങനെയിരിക്കെ ഈയിടെ വലിയൊരു സാമ്പത്തിക ആവശ്യം വന്നപ്പോൾ നിതിന് പണം കൊടുക്കുന്നതിന് വേണ്ടി തന്റെ അമ്മ തങ്കമണിയുടെ കഴുത്തിലുണ്ടായിരുന്ന മാല ഒന്ന് പണയം വെക്കാൻ താൻ ചോദിച്ചിരുന്നതായും സന്ധ്യ പോലീസുകാരെ അറിയിച്ചു. എന്നാൽ അമ്മ തങ്കമണിയാകട്ടെ ആ മാല ഒരു കാരണവശാലും സന്ധ്യയ്ക്ക് നൽകില്ല എന്ന് വാശി പിടിച്ചിരിക്കുകയായിരുന്നു. എങ്കിൽ പോലും സന്ധ്യ ആ മാല നിരന്തരം പണയം വെക്കാൻ തങ്കമണിയോട് ചോദിക്കുന്നത് പതിവായിരുന്നു. അങ്ങനെ സംഭവം നടന്ന ദിവസവും തങ്കമണിയോട് പണയം വെക്കുന്നതിന് വേണ്ടി സന്ധ്യ മാല ചോദിച്ചു.
ഒടുവിൽ അവർ തമ്മിൽ വഴക്കുണ്ടാവുകയും ദേഷ്യം വന്ന സന്ധ്യ തന്റെ അമ്മയായ തങ്കമണിയുടെ കഴുത്തിൽ ബലമായി മുറുക്കി പിടിക്കുകയും ചെയ്തു. സന്ധ്യയുടെ പിടുത്തത്തിൽ നിന്നും രക്ഷപ്പെടുന്നതിനു വേണ്ടി തങ്കമണി കുതറുകയും ചെയ്തു. അങ്ങനെ രക്ഷപ്പെടാൻ ശ്രമിക്കുന്നതിനിടയിലായിരുന്നു തങ്കമണി തലയിടിച്ച് താഴെ വീണത്. തറയിൽ തലയിടിച്ച് വീണ തങ്കമണിയുടെ തല പൊട്ടി ചോര വരാൻ തുടങ്ങി. ഭയന്നു പോയ സന്ധ്യ അമ്മ തങ്കമണിയെ പരിശോധിച്ചപ്പോൾ അവർക്ക് ജീവനില്ല എന്നുള്ള കാര്യം വ്യക്തമായി. ഉടൻ തന്നെ സന്ധ്യ സുഹൃത്തായ നിതിനെ വിളിച്ച് വിവരം പറഞ്ഞു. ഒന്നും സംഭവിക്കാത്തതുപോലെ അമ്മയെ എടുത്ത് കട്ടിലിൽ കിടത്താൻ അപ്പോൾ തന്നെ നിതിൻ സന്ധ്യയെ ഉപദേശിക്കുകയും ചെയ്തു. നിതിൻ പറഞ്ഞതുപോലെ തന്നെ സന്ധ്യ അമ്മ തങ്കമണിയെ തറയിൽ നിന്നും എടുത്ത് കട്ടിലിൽ കിടത്തി. എന്നിട്ട് ഒന്നും സംഭവിക്കാത്തതുപോലെ പതിവായി പോകാറുള്ള ജിമ്മിലേക്ക് പോയി. സന്ധ്യ അവിടെ നിന്ന് പോയ ശേഷമാണ് സ്കൂളും ട്യൂഷനും ഒക്കെ കഴിഞ്ഞ് സന്ധ്യയുടെ മകൻ വീട്ടിലേക്ക് വന്നത്. മുത്തശ്ശി അകത്തെ മുറിയിൽ ഉറങ്ങുകയാണെന്നാണ് മകൻ ധരിച്ചത്. മുത്തശ്ശി ഉറങ്ങിക്കോട്ടെ എന്ന് കരുതി മകൻ ആ മുത്തശ്ശിയെ ശല്യം ചെയ്യാനും പോയില്ല. ഈ സമയത്താണ് ജിമ്മിൽ നിന്നും സന്ധ്യ തിരിച്ചു വന്നത്. മുത്തശ്ശിയെ വിളിക്കട്ടെ എന്ന് മകൻ ചോദിച്ചെങ്കിലും മുത്തശ്ശിക്ക് വയറ്റിൽ ഗ്യാസ് കയറിയിരിക്കുന്നത് കൊണ്ട് തന്നെ സുഖമില്ല എന്നും വിളിക്കണ്ട എന്നും സന്ധ്യ മകനെ അറിയിക്കുകയായിരുന്നു. രാത്രിയിൽ മകൻ ഉറങ്ങിക്കഴിഞ്ഞപ്പോൾ സന്ധ്യ നിതിനെ അവിടേക്ക് വിളിച്ചു വരുത്തി. ഇരുവരും ചേർന്ന് തങ്കമണിയുടെ മൃതദേഹം ആ കട്ടിലിൽ നിന്നും എടുത്ത് വീടിന് പുറത്തേക്ക് കൊണ്ടുപോയി നേരത്തെ നാട്ടുകാർ കണ്ട ആ സ്ഥലത്ത് കൊണ്ടുപോയി ഇടുകയും ചെയ്തു. മൃതദേഹം കിടക്കുന്നതിന് സമീപം ഉരൽ കിടക്കുന്നത് കൊണ്ട് തന്നെ ആ സ്ത്രീ ഉരലിൽ തലയടിച്ച് വീണതാണെന്നേ ഒറ്റ നോട്ടത്തിൽ നാട്ടുകാർക്കും പോലീസിനും തോന്നുകയുള്ളൂ. അത് മാത്രവുമല്ല, തങ്കമണി ഉരലിൽ തലയടിച്ച് വീണ് മരിച്ചതാണെന്ന് തെളിയിക്കുന്നതിന് വേണ്ടി തങ്കമണിയുടെ തല ഉരലിലേക്ക് അവരിരുവരും ചേർന്ന് പിടിച്ചിടിപ്പിക്കുകയും ചെയ്തു. അതിന്റെ ഭാഗമായാണ് തങ്കമണിയുടെ തല പൊട്ടി നന്നായി ചോര പുറത്തേക്ക് വന്നത്. യഥാർത്ഥത്തിൽ തങ്കമണിയെ കൊലപ്പെടുത്തിയിരിക്കുന്നത് മകൾ സന്ധ്യ തന്നെയാണ്. മൃതദേഹം അകത്തുനിന്ന് കൊണ്ടുവന്ന് പുറത്തു കിടത്തി എന്നുള്ള കുറ്റമാണ് അയൽവാസിയായ നിധിൻ ചെയ്തിട്ടുള്ളത്. തെളിവ് നശിപ്പിക്കാൻ കൂടെ നിന്ന നിധിനെ അതിവേഗം തന്നെ പിടികൂടുന്നതിന് വേണ്ടി ഒരു സംഘം പോലീസുകാരെ CI ഉൾപ്പെടുന്ന സംഘം നിയോഗിച്ചു. ക്ഷേത്ര ദർശനത്തിന് പോയ നിധിൻ വരുന്ന വഴി തന്നെ തൃശൂരിൽ വെച്ച് പോലീസ് സംഘം കൈയോടെ നിധിനെ പിടികൂടുകയും സ്റ്റേഷനിലെത്തിക്കുകയും ചെയ്തു. തുടർന്ന് സന്ധ്യയെയും നിധിനെയും തെളിവെടുപ്പിനായി ഒരുമിച്ച് തന്നെയാണ് തങ്കമണിയുടെ വീട്ടിലേക്ക് പോലീസുകാരെത്തിച്ചത്. സ്വന്തം മകൾ മാതാവിനെ കൊലപ്പെടുത്തിയെന്ന് വിശ്വസിക്കാൻ പോലും കഴിയാതെ നാട്ടുകാരും ബന്ധുക്കളും ഒരുപോലെ പകച്ചു നിന്നു. കാമുകനായ നിധിനെ സഹായിക്കുന്നതിന് വേണ്ടിയാണ് സ്വന്തം അമ്മയെ മകൾ സന്ധ്യ കൊലപ്പെടുത്തിയതെന്ന് ഒരു ഞെട്ടലോടുകൂടിയാണ് പുറം ലോകം അറിഞ്ഞത്. തങ്കമണിയെ കൊലപ്പെടുത്തിയ ശേഷം അവരുടെ കഴുത്തിലുണ്ടായിരുന്ന മാല സന്ധ്യ നിധിന് കൈമാറുകയും ചെയ്തിട്ടുണ്ട്. കൊളുത്തും ലോക്കറ്റുമൊക്കെ മറ്റുള്ള ആളുകൾ തിരിച്ചറിയാൻ സാധ്യതയുള്ളതുകൊണ്ടാണ് കൊളുത്തും ലോക്കറ്റും ഊരി കൈവശപ്പെടുത്തിയതിനു ശേഷം മാല മാത്രമായി സന്ധ്യ നിധിന് പണയം വെക്കാൻ നൽകിയത്. കസ്റ്റഡിയിലെടുത്ത നിധിനെ പോലീസ് സംഘം ചോദ്യം ചെയ്തപ്പോൾ അയാൾ കുറ്റങ്ങളെല്ലാം ഏറ്റുപറഞ്ഞു. അതോടൊപ്പം തന്നെ കൊല്ലപ്പെട്ട തങ്കമണിയുടെ മാല മുണ്ടൂർ തന്നെയുള്ള ഒരു സ്ഥാപനത്തിൽ താൻ പണയം വെച്ച് പണം കൈപ്പറ്റിയതായും നിധിൻ പോലീസുകാരെ അറിയിച്ചു. നിധിൻ പറഞ്ഞതിന്റെ അടിസ്ഥാനത്തിൽ നിധിനുമായി പോലീസ് സംഘം മുണ്ടൂരെത്തി തെളിവെടുപ്പ് നടത്തി. മുണ്ടൂര് തന്നെയുള്ള ഒരു പണയമിടപാട് സ്ഥാപനത്തിൽ നിന്നും പോലീസ് സംഘം നിധിനുമായി എത്തി ആ മാല കണ്ടെടുക്കുകയും ചെയ്തു. തെളിവെടുപ്പ് പൂർത്തിയാക്കിയ പോലീസ് സംഘം പ്രതികളെ മജിസ്ട്രേറ്റിന് മുൻപാകെ ഹാജരാക്കി റിമാൻഡ് ചെയ്തു. ഇതിന്റെ നടപടികൾ നടന്നുകൊണ്ടിരിക്കുകയാണ്. വിചാരണ ഉടൻ ആരംഭിക്കും. വാദപ്രതിവാദങ്ങൾക്കൊടുവിൽ കോടതി 2 പ്രതികൾക്കും വിധിക്കുന്ന ശിക്ഷ എന്താണെന്നുള്ളത് വൈകാതെ തന്നെ അറിയാം.